Hello guys, welcome to Answers Views. അപ്പോൾ പോക്കോ M2 റിയൽമി 7 തമ്മിലുള്ള ഒരു സ്പീഡ് ടെസ്റ്റ് കമ്പാരിസൺ വീഡിയോ ആണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. പലർക്കും ഡൗട്ട് ഉണ്ടായിരിക്കും എന്തുകൊണ്ടാണ് ഈ രണ്ട് ഫോണും തമ്മിൽ സ്പീഡ് ടെസ്റ്റ് കമ്പാരിസൺ ചെയ്യുന്നത്. അതായത് പോക്കോ M2 എന്ന് പറയുന്നത് ഏകദേശം 10,000 ആ ഒരു റേഞ്ചൊക്കെ വരുന്ന ഫോണാണ്. റിയൽമി 7 എന്ന് പറയുന്നത് 15,000 റേഞ്ച്. അപ്പോൾ രണ്ട് പ്രൈസ് റേഞ്ചുള്ള സ്പെക്കൊക്കെ ഒരുപാട് മാറ്റമുള്ള രണ്ട് ഫോണും തമ്മിൽ എന്തിനാണ് സ്പീഡ് ടെസ്റ്റ് കമ്പാരിസൺ ചെയ്യുന്നത് എന്നുള്ള ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പം ഇവിടെ നമ്മൾ ഓൾറെഡി പോക്കോ M2 റിയൽമി നാർസോ 20 തമ്മിലുള്ള സ്പീഡ് ടെസ്റ്റ് നടത്തി. അതിൽ കുറച്ച് ഒരു മുൻതൂക്കം ഉണ്ടായിരുന്നത് പോക്കോ M2-നായിരുന്നു. പിന്നെ റിയൽമി 7-യും പോക്കോ M2 നമ്മൾ വേറൊരു സ്പീഡ് ടെസ്റ്റ് കമ്പാരിസൺ നടത്തി. അതിലും ക്ലിയർ ആയിട്ട് പോക്കോ M2 വിന്നറായിരുന്നു ആപ്പ് ലോഡിങ് ടൈമൊക്കെ കൺസിഡർ ചെയ്യുമ്പോൾ. അപ്പോൾ എനിക്കൊരു കൗതുകം, റിയൽമി 7-ആയിട്ട് ഇതെങ്ങനെ ഇരിക്കും, അതിനെയും ഇത് കടത്തി വെട്ടുമോ, അല്ലെങ്കിൽ അതിനോട് കിടപിടിക്കുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് ഇതിൽ നിന്നുണ്ടാവുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഒരു കൗതുകം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ ഇങ്ങനെ ഒരു സ്പീഡ് ടെസ്റ്റ് നടത്തുന്നത്. ഓക്കെ, അപ്പോൾ കൂടുതലൊന്നും പറയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ഈ സ്പീഡ് ടെസ്റ്റ് കമ്പാരിസണിലേക്ക് കടക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഈ പോക്കോ M2-ൽ വന്നിരിക്കുന്ന പ്രൊസസ്സർ എന്ന് പറയുന്നത് മീഡിയാടെക്കിൻ്റെ ഹീലിയോ G80 എന്നുള്ളൊരു ഒക്ടാകോർ പ്രൊസസ്സറാണ്. അതുപോലെ തന്നെ നമുക്ക് റിയൽമി 7-ൽ G95 മീഡിയാടെക്കിൻ്റെ ഹീലിയോ G95 എന്നുള്ളൊരു പ്രൊസസ്സറാണ് വന്നിട്ടുള്ളത്. ഒക്ടാകോർ പ്രൊസസ്സർ തന്നെയാണ്. അപ്പോൾ ഈ രണ്ട് പ്രൊസസ്സറും തമ്മിലുള്ള ഒരു കോറുകളുടെ കമ്പാരിസൺ പറയുമ്പം രണ്ടിനും രണ്ട് പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോറുകളാണ് ഉള്ളത്. പക്ഷേ നമുക്ക് G80 എന്നുള്ള പോക്കോ M2-ലെ പ്രൊസസ്സറിന് 2 GHz മാക്സിമം സ്പീഡ് തരുന്ന കോർട്ടെക്സ് A75 ബേസ്ഡ് ആയിട്ടുള്ള കോറുകളാണ്. നേരെ മറിച്ച് നമ്മൾ റിയൽമി 7-ലേക്ക് വരുമ്പോൾ കോർട്ടെക്സ് A76 ബേസ്ഡ് ആയിട്ടുള്ള കോറുകളാണ്. അതായത് കോർട്ടെക്സ് A75-നെക്കാളും എന്തുകൊണ്ടും ലേറ്റസ്റ്റും അതുപോലെ തന്നെ നല്ല പെർഫോമൻസും തരുന്ന കോറുകളാണ് കോർട്ടെക്സ് A76 ബേസ്ഡ് ആയിട്ടുള്ള കോറുകൾ എന്ന് തീർച്ചയായിട്ടും നമുക്കറിയാം. അതുപോലെ തന്നെ 2 GHz സ്പീഡ് തന്നെയാണ് ഇവിടെയും വരുന്നത്. അപ്പോൾ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോർ എടുക്കുമ്പോഴും ക്ലിയർ ആയിട്ട് ഒരു മുൻതൂക്കം റിയൽമി 7-നുണ്ട്, അതിൻ്റെ G95 എന്നുള്ള പ്രൊസസ്സറിനുണ്ട് എന്ന് പറയാൻ സാധിക്കും. ഇനി ബാക്കിയുള്ള 6 കോറുകളാണ് രണ്ട് ഫോണിലും വരുന്നത്. എഫിഷ്യൻറ്റ് ടാസ്കുകൾക്ക് വേണ്ടിയിട്ടുള്ള കോറുകളാണ്. അതിൽ നമ്മൾ G80 എന്നുള്ള പോക്കോ M2-ൻ്റെ പ്രൊസസ്സർ എടുക്കുമ്പോൾ ഏകദേശം 1.8 GHz ആണ് മാക്സിമം സ്പീഡ് തരിക. അതുപോലെ തന്നെ കോർട്ടെക്സ് A55 ബേസ്ഡ് ആയിട്ടുള്ള കോറുകളാണ്. നേരെ മറിച്ച് നമുക്ക് റിയൽമി 7-ലെ G95 എന്നുള്ള പ്രൊസസ്സറിലേക്ക് വരുമ്പോൾ അവിടെ 2 GHz തന്നെയാണ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ടാസ്കുകൾക്കും സ്പീഡ് മാക്സിമം തരുന്നത്. പക്ഷേ കോർട്ടെക്സ് A55 ബേസ്ഡ് ആയിട്ടുള്ള കോറുകളാണ്. അപ്പോൾ എഫിഷ്യൻറ്റ് കോറുകളെ കുറിച്ച് ഈ രണ്ട് ഫോണിനും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും GHz ഉള്ള കുറച്ചൊരു മുൻതൂക്കം ഉണ്ട് G95 എന്നുള്ള പ്രൊസസ്സറിന് അല്ലെങ്കിൽ റിയൽമി 7-ൻ്റെ പ്രൊസസ്സറിന് എന്ന് പറയാൻ സാധിക്കും. ഇനി നമ്മൾ ഈ രണ്ട് ഫോണിൻ്റെയും ഗ്രാഫിക്സ് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ GPU എടുക്കുകയാണെങ്കിൽ പോക്കോ M2-ൽ നമുക്ക് മാലി G52 MC2 എന്നുള്ളൊരു GPU ആണ് വരുന്നത്. നേരെ മറിച്ച് റിയൽമി 7-ൽ മാലി G76 MC4 എന്നുള്ള ഒരു GPU ആണ്. ക്ലിയർ ആയിട്ട് ഇവിടെയും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നത് G76 ബേസ്ഡ് ആയിട്ടുള്ള, അതായത് കുറച്ച് ഫ്ലാഗ്ഷിപ്പ് ലെവലിലുള്ള ഒരു GPU ആണ്, ഗ്രാഫിക്സ് ആണ് ഇവിടെ വന്നിട്ടുള്ളതെന്ന് പറയാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഓവറോൾ പ്രൊസസ്സറും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ക്ലിയർ ആയിട്ട് റിയൽമി 7 അഡ്വാൻറ്റേജ് ഉണ്ട്. അതുമാത്രമല്ല ഗീക്ക് ബെഞ്ച് 5 എന്നുള്ള ബെഞ്ച് മാർക്ക് റിസൾട്ട് ഈ രണ്ട് ഫോണിലും നമ്മൾ റൺ ചെയ്താണ്. അപ്പോൾ ക്ലിയർ ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് റിയൽമി 7-ന് കാണിക്കുന്നുണ്ട്. ഏകദേശം GPU-ലും ആ ഒരു നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് റിയൽമി 7-ൽ കാണിക്കുന്നുണ്ട് എന്നാണ് ബെഞ്ച് മാർക്ക് റിസൾട്ടൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത്. പിന്നെ ഈ രണ്ട് ഫോണിൻ്റെ റാമിനെ കുറിച്ച് പറയുമ്പോൾ രണ്ട് ഫോണിലും 6GB റാം വേർഷനാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഏതായിരുന്നാലും നമ്മളിവിടെ 12 ആപ്ലിക്കേഷൻ എടുക്കുന്നു. ഈ 12 ആപ്ലിക്കേഷനും രണ്ട് ഫോണിലും ഓരോരോ ആപ്ലിക്കേഷനും ഒരുമിച്ച് ഓപ്പൺ ചെയ്യുന്നു. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ഓപ്പൺ ചെയ്ത ആപ്ലിക്കേഷൻസ് എല്ലാം മിനിമൈസ് ചെയ്ത് വെക്കുന്നു, ക്ലോസ് ചെയ്യുന്നില്ല. തിരിച്ച് വീണ്ടും നമ്മൾ റിവേഴ്സ് ഓർഡറിൽ അത് ഓപ്പൺ ചെയ്ത് റാം മാനേജ്മെൻറ്റ് എങ്ങനെയുണ്ട് എന്നുള്ള കാര്യം ഇതിലൂടെ ചെക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കൂടുതലൊന്നും പറയാതെ നമുക്ക് നേരെ സ്പീഡ് ടെസ്റ്റിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ രണ്ട് ഫോണിലും സെയിം വൈഫൈ നെറ്റ്വർക്കിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. വേറെ ഒരു നെറ്റ്വർക്കായിട്ടും ബന്ധമില്ല. കാരണം ഫ്ലൈറ്റ് മോഡ് ഇട്ടിട്ട് ബാക്കിയുള്ള നെറ്റ്വർക്കെല്ലാം നമ്മൾ ഡിസേബിൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ലെഫ്റ്റ് സൈഡിലുള്ളതാണ് റിയൽമി 7, റൈറ്റ് സൈഡിലുള്ളത് പോക്കോ M2 ആണ്. ഓക്കെ, ഇനി നമ്മൾ ആദ്യം തന്നെ ഇതിൽ നമ്മൾ മുമ്പ് ഓപ്പൺ ചെയ്ത എല്ലാ ആപ്ലിക്കേഷൻസും രണ്ട് ഫോണിലും നമ്മൾ ക്ലിയർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഫ്രഷ് ആയിട്ടാണ് നമ്മൾ ഇവിടെ തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ ഈ 12 ആപ്ലിക്കേഷൻസിൽ ഓരോരോ ആപ്ലിക്കേഷനും രണ്ട് ഫോണിലും സെയിം ടൈമിൽ ഓപ്പൺ ചെയ്യുന്നു. ആദ്യം തന്നെ നമുക്ക് ആമസോൺ എന്നുള്ള ആപ്ലിക്കേഷനാണ് ഇച്ചിരി ഫാസ്റ്ററായിട്ട് റിയൽമി 7 ആണ് അനുഭവപ്പെട്ടത്. ഇനി അടുത്തായിട്ട് കോൾ ഓഫ് ഡ്യൂട്ടി എന്നുള്ള ഹെവി ഗെയിമാണ്. ഓക്കെ, ഇത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ആ ഒരു ലോഡിങ് കുറച്ചൊരു ഫാസ്റ്റായിട്ട് റിയൽമി 7-ൽ തോന്നുന്നുണ്ട്. നമുക്ക് നോക്കാം.
അതായത് ഫസ്റ്റ് ആ ഒരു ലോഡിങ് ഫസ്റ്റുള്ള ലോഡിങ്ങൊക്കെ റിയൽമി 7ൽ ബെറ്ററായിട്ട് ഫാസ്റ്റായിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. പോക്കോ M2വിനേക്കാളും ആ ഒരു പ്രൊസസ്സറിൻ്റെ പെർഫോമൻസ് തീർച്ചയായിട്ടും ഇവിടെ മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് അക്കൗണ്ട് സെലക്ട് ചെയ്യുന്നത് റിയൽമി 7ൽ ഓട്ടോമാറ്റിക്കലി സെലക്ട് ചെയ്ത് ഉള്ളിലേക്ക് കയറിപ്പോയി. പക്ഷേ പോക്കോ M2വിൽ നമുക്കത് മാനുവലായിട്ട് സെലക്ട് ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള സ്പീഡ് ടെസ്റ്റ് നമുക്ക് കാര്യമായിട്ട് എടുക്കേണ്ടതില്ല. പക്ഷേ നമുക്ക് ക്ലിയർ ആയിട്ട് ഇവിടെ റിയൽമി 7 ആണ് മുൻതൂക്കം ഉള്ളത്. അത് ഫസ്റ്റ് ലോഡിങ് തന്നെ നമുക്ക് മനസ്സിലായതാണ്. ഇനി നമുക്ക് ഇത് മിനിമൈസ് ചെയ്തിട്ട് നമുക്ക് അടുത്ത ആപ്ലിക്കേഷനിലേക്ക് പോകാം. ഓക്കെ, സോറി. ഓക്കെ, ഇനി അടുത്തായിട്ട് ഗൂഗിൾ ക്രോം എന്നുള്ള ആപ്ലിക്കേഷനാണ്. ഗൂഗിൾ ക്രോം ഓൾമോസ്റ്റ് സെയിം എന്ന് പറയാം, ക്ലിയർ ആയിട്ടുള്ള ഒരു വിന്നർ ഇല്ല. ഇനി അടുത്തായിട്ട് ഫേസ്ബുക്കാണ്. സെയിം എന്ന് പറയാം, ആ ലോഡിംഗ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ഫ്ലിപ്കാർട്ട് എന്നുള്ള ആപ്ലിക്കേഷനാണ്. കുറച്ച് ബെറ്ററായിട്ട് പെട്ടെന്ന് ലോഡ് ചെയ്തത് റിയൽമി 7ലാണ്. പക്ഷേ ഫുള്ളി ലോഡായിട്ട് വന്നത് പോക്കോ M2വിലാണ് എന്ന് പറയേണ്ടി വരും. ഓൾമോസ്റ്റ് സെയിം എന്ന് പറയാം ഈ ഒരു ഫ്ലിപ്കാർട്ടിൻ്റെ കാര്യത്തിൽ. ഇനി അടുത്തായിട്ട് ഗാന മ്യൂസിക് എന്നുള്ള ആപ്ലിക്കേഷനാണ്. ഓക്കെ, ഇവിടെയും ആ ഒരു ഫസ്റ്റ് ലോഡ് ചെയ്ത് വന്നത് റിയൽമി 7ലാണ്. പക്ഷേ ഫുള്ളി ലോഡായി വന്നത് പോക്കോ M2വിലാണെന്ന് പറയേണ്ടി വരും. ഇവിടെ ഓൾമോസ്റ്റ് സെയിം ആയിട്ട് എടുക്കാം. അടുത്ത ഹോട്ട്സ്റ്റാർ ഓൾമോസ്റ്റ് സെയിം ആണ്, ഫുള്ളി ലോഡ് ചെയ്ത് വന്നത്. ഇനി അടുത്തായിട്ട് ഗൂഗിൾ മാപ്സ് ആണ്. ഒരു സ്ലൈറ്റ്ലി ഫാസ്റ്റർ റിയൽമി 7ൽ അനുഭവപ്പെട്ട പോലെ. ഇനി അടുത്തായിട്ട് മൈജിയോ ആപ്ലിക്കേഷനാണ്. മൈജിയോ ഒരു ലോഡിംഗ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. ഒരു ഇച്ചിരി മുൻതൂക്കം പോക്കോ M2വിനുണ്ടോ എന്ന് തോന്നിപ്പോകുന്ന രീതിയിലാണ്. ഇനി അടുത്തായിട്ട് PES 2021 എന്നുള്ള ഗെയിമാണ്, ഹെവി ഗെയിമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ലോഡ് ചെയ്ത് വരുന്നത് ഫസ്റ്റത്തെ ഒരു ലോഡിങ് റിയൽമി 7ലാണ്. ഓക്കെ, നമുക്ക് നോക്കാം. നമുക്ക് തുടക്കം പക്ഷേ റിയൽമി 7 ആണ് തുടങ്ങിയത് ഫാസ്റ്റ് എങ്കിലും ഓൾമോസ്റ്റ് ലോഡ് ചെയ്ത് വന്നപ്പോൾ രണ്ടും സെയിം ആയ പോലെയാണ് തോന്നിയത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് PES 2021ലെ ഒരു അനുഭവം. ഏതായിരുന്നാലും നമുക്ക് ഇത് മിനിമൈസ് ചെയ്ത് അടുത്ത ആപ്ലിക്കേഷനിലേക്ക് പോകാം. ഓക്കെ, ഇനി അടുത്തായിട്ട് പ്ലേ സ്റ്റോർ എന്നുള്ള ആപ്ലിക്കേഷനാണ്. പ്ലേ സ്റ്റോർ സ്ലൈറ്റ്ലി ഫാസ്റ്റർ റിയൽമി 7 എന്നാണ് തോന്നിയത്. ഇനി അടുത്തായിട്ട് യൂട്യൂബാണ്. യൂട്യൂബ് ഇച്ചിരി ഫാസ്റ്റായിട്ട് ലോഡ് ചെയ്ത് പോക്കോ M2വിലാണ് ലോഡ് ചെയ്ത് വന്നേക്കുന്നത്. പക്ഷെ ഓപ്പൺ ആയത് രണ്ടിലും സെയിം ആണ്. ഇനി നമുക്ക് അടുത്തായിട്ട് റാം മാനേജ്മെൻറ്റ് ടെസ്റ്റാണ് നടത്താനുള്ളത്. അതിന് വേണ്ടിയിട്ട് ഈ ഓപ്പൺ ചെയ്തെല്ലാം നമ്മൾ റിവേഴ്സ് ഓർഡറിൽ തിരിച്ചങ്ങോട്ട് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഇനി അടുത്തായിട്ട് റാം മാനേജ്മെൻറ്റിനെ കുറിച്ച് പറയാം. റാം മാനേജ്മെൻറ്റിനെ കുറിച്ച് പറയുമ്പം ഈ 12 ആപ്ലിക്കേഷനിൽ നമ്മൾ റിവേഴ്സ് ഓർഡറിൽ ഓപ്പൺ ചെയ്ത് വരുമ്പം ഓൾമോസ്റ്റ് എല്ലാ ആപ്ലിക്കേഷൻസും 2 ഫോണിലും റീലോഡ് ചെയ്യാതെ റാമിൽ നിന്ന് തന്നെ എടുക്കുന്നുണ്ട്. നല്ല കാര്യം തന്നെയാണ്. അത്യാവശ്യം നല്ല റാം മാനേജ്മെൻറ്റ് ഉണ്ട്. എന്നിരുന്നാൽ പോലും നമ്മൾ നോക്കുമ്പോൾ കോൾ ഓഫ് ഡ്യൂട്ടി എന്നുള്ള ആ ഒരു ഗെയിമിലേക്ക് എത്തിയപ്പോൾ, അതായത് 11ാമത്തെ ആപ്ലിക്കേഷനായിട്ട് റാം മാനേജ്മെൻറ്റിൽ നിന്ന് എടുക്കുമ്പോൾ പോക്കോ M2 അത് റീലോഡ് ചെയ്തു. പക്ഷേ റിയൽമി 7 അപ്പോഴും അത് മെമ്മറിയിലുണ്ട്, റാമിലുണ്ട്. അപ്പോൾ ക്ലിയർ ആയിട്ട് റാം മാനേജ്മെൻറ്റിൽ ഒരു അഡ്വാൻറ്റേജ് റിയൽമി 7 ഇവിടെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏതായിരുന്നാലും പോക്കോ M2 അത് റീലോഡ് ചെയ്തതിന് ശേഷം അടുത്ത ആമസോൺ എന്നുള്ള ലാസ്റ്റ് ആപ്ലിക്കേഷൻ റാമിൽ നിന്ന് എടുക്കാൻ നോക്കിയപ്പോൾ 2 ഫോണിലും ഈ ആമസോൺ എന്നുള്ള ആപ്ലിക്കേഷൻ റീലോഡ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് റാം മാനേജ്മെൻറ്റിനെ കുറിച്ച് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ നമ്മൾ ഈ 2 ടെസ്റ്റും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു കൺക്ലൂഷനായിട്ട് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആപ്പ് ലോഡിങ് ടൈമിൽ ഒരു ക്ലിയർ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് റിയൽമി 7 കാണിക്കുന്നുണ്ട്. പക്ഷേ പോക്കോ M2 പല ആപ്ലിക്കേഷനിലും റിയൽമി 7നോട് കട്ടക്ക് നിൽക്കുന്ന രീതിയിൽ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ആലോചിച്ചു, എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്? ഈ നല്ല രീതിയിൽ പെർഫോമൻസ് ഉള്ളൊരു പ്രൊസസ്സറുണ്ട് പോക്കോ M2വിനേക്കാളും റിയൽമി 7 വരുന്നുണ്ട്, G95 എന്നുള്ള പ്രൊസസ്സർ. എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്ന് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ
പോക്കോ M2ൻ്റെ MIUI എന്നുള്ള സോഫ്റ്റ്വെയർ വളരെ നല്ല രീതിയിൽ ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. തീർച്ചയായിട്ടും ഇത് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് MIUI റിയൽമി UIനേക്കാളും കുറച്ചുകൂടി നല്ല രീതിയിൽ ഒപ്റ്റിമൈസ്ഡ് ആണ്. ആപ്ലിക്കേഷൻ ലോഡ് ചെയ്യുന്ന നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന ഇൻസ്റ്റൻറ്റ് തന്നെ ആപ്ലിക്കേഷൻ ലോഡ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കാണിക്കുന്നുണ്ട് MIUI. പക്ഷേ റിയൽമി UIയിൽ എന്തുകൊണ്ടോ ഒരു ഒപ്റ്റിമൈസേഷൻ്റെ പ്രശ്നം പലപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു കാര്യം ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഈ 2 ഫോണിലും സ്പീഡ് ടെസ്റ്റ് നടത്തിയപ്പോൾ റിയൽമി UIയിൽ ചെറുതായിട്ട് ഒരു അനിമേഷനിൽ കുറച്ചൊരു പ്രശ്നം കാണിച്ചതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് ഈ ഒരു പ്രൊസസ്സർ പെർഫോമൻസ് കുറവോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രശ്നമോ ഒന്നുമല്ല. തീർച്ചയായിട്ടും റിയൽമി UIയുടെ ഒപ്റ്റിമൈസേഷൻ കുറച്ചുകൂടി ബെറ്റർ ആക്കാനുണ്ട് എന്നുള്ളൊരു തെളിവാണ് അത് കാണിക്കുന്നത്. പിന്നെ റാം മാനേജ്മെൻറ്റിനെ കുറിച്ച് പറയുമ്പോൾ 2 ഫോണിൽ 6GB റാം വേർഷനാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. പക്ഷേ കുറച്ചൊരു അഡ്വാൻറ്റേജ് ഉള്ളത് റിയൽമി 7 ആണ്. കാരണം വെച്ചാൽ 2 ഹെവി ഗെയിംസും അതുപോലെ തന്നെ ഏകദേശം 9 ആപ്ലിക്കേഷൻ മറ്റുള്ള 9 ആപ്ലിക്കേഷനും മിനിമൈസ് ചെയ്ത് കിടന്നത് നമുക്ക് റീലോഡ് ചെയ്യാതെ തന്നെ കിട്ടി. അപ്പോൾ നല്ല രീതിയിലൊരു മെമ്മറി മാനേജ്മെൻറ്റ് കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ റാം മാനേജ്മെൻറ്റ് കാണിക്കുന്നുണ്ട് റിയൽമി 7. നേരെ മറിച്ച് പോക്കോ M2ലേക്ക് വരുമ്പോൾ മോശമൊന്നുമില്ല. നമുക്ക് ഒരു ഹെവി ഗെയിംസും അതുപോലെ തന്നെ ബാക്കിയുള്ള ഏകദേശം 8 ആപ്ലിക്കേഷൻസും നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നല്ല കാര്യം തന്നെയാണ്. റിയൽ ലൈഫിൽ നമ്മൾ ഒരിക്കലും ഇങ്ങനെയൊന്നും യൂസ് ചെയ്ത് മിനിമൈസ് ചെയ്തൊന്നും ഉപയോഗിക്കാൻ പോകുന്നില്ല. അപ്പോൾ 2 ഫോണും നമുക്ക് റിയൽ ലൈഫിൽ റാമിൽ നിന്നൊന്നും ഒരു പ്രശ്നം പ്രതീക്ഷിക്കേണ്ട. ഓക്കെ, ഇങ്ങനെയാണ് നമ്മളൊരു കൺക്ലൂഷനായിട്ട് പറയുമ്പോൾ. അപ്പോൾ ഇനി നമ്മൾ റിയൽമി 7ൻ്റെ ഒരു ഫുൾ റിവ്യൂ ചെയ്യുന്നുണ്ട്. ഏകദേശം 10-15 ദിവസത്തോളം ഞാൻ ഉപയോഗിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്ന വീഡിയോ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ നിങ്ങളിവിടെ പുതിയതാണെങ്കിൽ ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസും കണ്ടു നോക്കുക. ആ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആൻസേഴ്സ് വ്യൂസ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.